നമസ്കാരം. വാസ്തുശാസ്ത്രം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദം ആയേക്കാവുന്ന വളരെ വാസ്തുശാസ്ത്രത്തിലെ ആചാര്യന്മാർ പറഞ്ഞു വച്ചിരിക്കുന്ന വിശുദ്ധമായ ഒരറിവാണ്. നമ്മുടെ വീടിന് ചുറ്റും വാസ്തുമണ്ഡലത്തിനകത്ത് പശുത്തൊഴുത്തിൻ്റെ സ്ഥാനം. ഇപ്പോൾ പശുത്തൊഴുത്തെന്ന് പറയുമ്പോൾ നമ്മൾ ആടിനെയും പരിഗണിക്കാം, രണ്ടിനും ഒരേ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ വീടിന് നാല് ചുറ്റും ഏതേതെല്ലാം സ്ഥാനങ്ങളിൽ വന്നാൽ നന്നായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു വാസ്തുമണ്ഡലം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇതിനകത്തായിരിക്കും ആ സ്ഥാനത്തിനനുസരിച്ച് വീട് വരിക. ഈ വാസ്തുമണ്ഡലത്തെ 81 പദങ്ങളായി തിരിക്കും, സമപദങ്ങളായി. അതെങ്ങനെയാണ് 81 തിരിക്കുക? ഇത് ഈസ്റ്റാണെന്ന് വിചാരിക്കുക, ഇത് വെസ്റ്റ്, ഇത് സൗത്ത്, ഇത് നോർത്ത്. വാസ്തുമണ്ഡലത്തിൻ്റെ ഇവിടെ നിന്നും, അതായത് കിഴക്ക് ഭാഗത്ത്, ഈ വടക്ക് നിന്നും തെക്ക് വരെയുള്ള നീളം 9 സമഭാഗങ്ങളായി ഭാഗിക്കുന്നു. അതുപോലെ തന്നെ വടക്ക് വശത്ത് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടുള്ള ഈ നീളത്തെ അതും 9 സമഭാഗങ്ങളായി ഭാഗിച്ച് ഈ മട്ടിൽ വച്ചാൽ 81 പദങ്ങൾ കിട്ടും. ഈ 81 പദങ്ങൾക്കും 81 ദേവതകളുടെ പേരാണ് കൊടുത്തിട്ടുള്ളത്. അത് അങ്ങനെ ജയന്തൻ, പർജന്യൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട്. ആ പേരുകളൊന്നും നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. ആദ്യം പൊതുവിൽ നോക്കേണ്ടത് ഏത് ദിശകളിൽ, കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ്, തെക്ക്, ഇതിൽ ഏത് ദിശകളിൽ തൊഴുത്ത് വന്നാൽ നല്ലതായിരിക്കും എന്നുള്ളതാണ്. വടക്കൊഴിച്ച് ബാക്കി 3 ദിശകളും അനുകൂലമാണ്. വടക്ക് ഭാഗത്ത് മാത്രം തൊഴുത്ത് പാടില്ല എന്ന് ആചാര്യന്മാർ വിധിച്ചു വച്ചിട്ടുണ്ട്. ഇനി ബാക്കി 3 ഭാഗത്തിൽ എവിടെയെങ്കിലും ആകാമോ? അതും ആയിക്കൂടാ. അതിനും ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനമാണ് നമ്മളിപ്പോൾ നോക്കുക. നിങ്ങൾ കിഴക്ക് ഭാഗത്താണ്, വാസ്തുമണ്ഡലത്തിൻ്റെ വീടിൻ്റെ കിഴക്ക് ഭാഗത്താണ് ഇത് തൊഴുത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, കിഴക്ക് ഭാഗത്ത് ഈ വടക്ക് നിന്നും ആദ്യത്തെ ഭാഗമൊഴിച്ച് 2ഉം 3ഉം 4ഉം ഭാഗങ്ങൾ, തൊട്ടടുത്ത് കിടക്കുന്ന രണ്ടാം ഭാഗത്തോ 3ആം ഭാഗത്തോ 4ആം ഭാഗത്തോ, അത് അല്ല എങ്കിൽ ആ 3ഉം കൂടി ഒരുമിച്ചെടുത്തോ തൊഴുത്ത് വെക്കാം. കിഴക്കിന് അത്രയും സ്ഥലമാണ് വിധിച്ചിട്ടുള്ളത്. ഇനി പുരയിടത്തിൻ്റെ തെക്ക് ഭാഗത്താണ്, വാസ്തുമണ്ഡലത്തിൻ്റെ തെക്ക് ഭാഗത്താണ് തൊഴുത്ത് വരികയാണെങ്കിൽ, ഈ കിഴക്ക് നിന്നും ആദ്യത്തെ ഖണ്ഡം ഒഴിവാക്കി 2 എടുക്കാം, 3 എടുക്കാം, 7 എടുക്കാം. അപ്പോൾ 7 എടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഒരു ചുരുങ്ങിയ സ്പേസേ കിട്ടും. അപ്പോൾ ഇവിടെ ആവുമ്പം 2ഉം 3ഉം ഒരല്പം കൂടെ വലുതായി കിട്ടും. അത്രയുമാണ് തെക്ക് ഭാഗത്ത് വിധിച്ചിട്ടുള്ളത്. ഇനി പടിഞ്ഞാറ് ഭാഗത്താണെങ്കിലോ, ഈ തെക്ക് നിന്നും 2 എടുക്കാം, 3 പാടില്ല, 4 എടുക്കാം, 5 എടുക്കാം, 7 എടുക്കാം. ഇവിടെയും 2ഉം 7ഉം ചെറിയൊരു സ്പേസേ കിട്ടുന്നുള്ളൂ. 4ഉം 5ഉം ഭാഗങ്ങൾ ഒരുമിച്ച് കിട്ടുന്നത് കൊണ്ട് ഒരല്പം വലുതായിട്ടുണ്ടാക്കുകയും ചെയ്യാം. ഇതാണ് തൊഴുത്തിൻ്റെ സ്ഥാനം ഓരോ ദിശകളിലും. ഇനി അങ്ങനെ ആകുമ്പോൾ പശു എങ്ങോട്ട് അഭിമുഖമായിട്ടാണ് നിർത്തേണ്ടതെന്ന് ചോദിച്ചാൽ, കിഴക്ക് ഭാഗത്താണ് തൊഴുത്ത് വരികയാണെങ്കിൽ പശുവിൻ അഭിമുഖമായി നിൽക്കേണ്ടത് പടിഞ്ഞാറോട്ടും,
പടിഞ്ഞാറാണ് തൊഴുത്ത് വരികയാണെങ്കിൽ കിഴക്കോട്ടും അഭിമുഖമായും, തെക്കാണ് തൊഴുത്ത് വരുന്നതെങ്കിൽ വടക്കോട്ട് അഭിമുഖമായും ആയിരിക്കണം പശു നിൽക്കുന്ന ഒരു സമ്പ്രദായം നാം സ്വീകരിക്കേണ്ടത്. പക്ഷെ പലയിടത്തും തിരിച്ചാണ് കണ്ടുവരാറുള്ളത്. അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാ പറയുക. അപ്പോൾ ഈ അറിവ്, വാസ്തുശാസ്ത്രത്തിലെ ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇനി മറ്റൊരു സംഗതി കൂടെ, ഈ വീട് ഇതിൻ്റെ ഏതെങ്കിലും പോർഷനിൽ ആ ദിശക്കനുസൃതമായി എവിടെയെങ്കിലും ഉണ്ടാവും. ആ വീടുമായിട്ട് ഭേദം വരരുത് ഈ ഉപനിർമ്മിതികൾക്ക് എന്നാ പറയുക. കാരണം വീടിൻ്റെ ഒരു മൂല ഇവിടെ പോർഷനിൽ, അതായത് വീട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ മൂല ഈ ഉപനിർമ്മിതിയുടെ ഈ ഗോശാലയിൽ ചെന്ന് അങ്ങനെ ആ രേഖ തട്ടരുത്. അതാണ് വേദം എന്ന് പറയുക. അങ്ങനെ ദോഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഈ പറഞ്ഞ സ്ഥാനങ്ങളിൽ ഈ തൊഴുത്ത് പണിയുകയാണെങ്കിൽ അത് ഊർജപ്രദായകം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരിക്കൽ കൂടി ലൈക്കിനായി അപേക്ഷിച്ചുകൊണ്ട് നന്ദി.